മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ RCB ഒരു കൊടുങ്കാറ്റ് പോലെയാണ് തുടങ്ങിയത്. ഓപ്പണർമാർ ഓവറിൽ 11 റൺസ് എന്ന നിരക്കിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നായിരുന്നു ഫിൽസാൾട്ടിന്റെ പതനം. സ്കോർ നിരക്ക് കുറയുമെന്നും ടീം സമ്മർദ്ദത്തിലാകുമെന്നും തോന്നിയ നിമിഷമായിരുന്നു അത്. മറ്റാരെങ്കിലും ആയിരുന്നു ആ സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കളിയുടെ ഗതി തന്നെ മാറിയനെ. എന്നാൽ ക്രീസിലേക്ക് നടന്നെടുത്തത് RCBയുടെ സ്വന്തം നായകൻ രജത് പാട്ടിദാറായിരുന്നു. നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഒരു തകർപ്പൻ ബൗണ്ടറി പായിച്ച് അദ്ദേഹം തന്റെ വരവറിയിച്ചു. ഒരു മഹാവിസ്ഫോടനത്തിന്റെ തുടക്കം മാത്രമായിരുന്നു അത്. പിന്നീട് അങ്ങോട്ട് മുംബൈ ബൗളർമാർക്കെതിരെ പാട്ടിദാർ അക്ഷരാർത്ഥത്തിൽ തീമഴ പെയ്യിപ്പിക്കുന്ന കാഴ്ചയാണ് ക്രിക്കറ്റ് ലോകം കണ്ടത്. സ്പിന്നർ മാർക്കണ്ടയുടെ ഒരു ഓവറിൽ തുടർച്ചയായി പറന്നകന്ന 3 കൂറ്റൻ സിക്സറുകൾ ആ ബാറ്റിന്റെ കരുത്തും നായകന്റെ നിശ്ചയദാർഢ്യവും വിളിച്ചോതുന്നതായിരുന്നു. മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും പന്തുകൾ അതിവേഗം പാഞ്ഞുപോയി. വെറും 11 പന്തിൽ 44 റൺസ് എന്ന നിലയിൽ അദ്ദേഹം എത്തിയപ്പോൾ T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന ചരിത്ര നേട്ടം വാഴുമെന്ന് ഏവരും കരുതി. ആ റെക്കോർഡ് തലനാരിയേക്ക് നഷ്ടമായെങ്കിലും വെറും 17 പന്തുകളിൽ അദ്ദേഹം ആ സുവർണ അർദ്ധ സെഞ്ചുറി തികക്കുന്നുണ്ട്. തന്റെ ദൗത്യം ഗംഭീരമായി പൂർത്തിയാക്കി 20 പന്തിൽ 53 റൺസ് എന്ന മാസ്മരിക ഇന്നിംഗ്സ് അവസാനിപ്പിച്ച് പാട്ടിദാർ മടങ്ങുമ്പോൾ മൈതാനം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് അയാൾക്ക് വേണ്ടി കൈയടിച്ചു. ഈ ഒരൊറ്റ ഇന്നിംഗ്സോടെ IPLൽ ഓറഞ്ച് ക്യാപ്പിനായുള്ള പോരാട്ടത്തിൽ അദ്ദേഹം രണ്ടാമതെത്തിയിരിക്കുന്നു. ഒന്നാമതുള്ള വൈഭവമായി വെറും 5 റൺസിന്റെ വ്യത്യാസം മാത്രമാണുള്ളത്. ഒരു ഓപ്പണറോ 3-ാം നമ്പർ ബാറ്ററോ അല്ലാതിരുന്നിട്ടും മധ്യനിരയിൽ വന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു നായകൻ എങ്ങനെ മുന്നിൽ നിന്ന് പട നയിക്കണമെന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി രജത് പാട്ടിദാറിന്റെ ഈ ഇടിമിന്നൽ ഇന്നിംഗ്സ് കാലങ്ങളോളം ഓർമ്മിപ്പിക്കപ്പെടും.